നീലു അവനെ വെറുതെ വിട്. അവൻ വിഷമിക്കട്ടെ. വിഷമിച്ച് 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 എപ്പോഴെങ്കിലും അവ അതിൽ നിന്ന് കരകയറും. അപ്പം നമുക്ക് അവനോട് സംസാരിക്കാം. ഇപ്പോൾ പാടി പോങ്ങോട്ട്. മക്കളെ, മോനെ ശ്രീകുട്ടാ, എന്തളിയാ നീ ആരെയാണ് എല്ലാം മറയ്ക്കാൻ ശ്രമിക്കുന്നത്? നിന്റെ മനസ്സിന് എന്തോ അലട്ടണുണ്ട് മോനെ. നീ പശ്ചാത്തപിക്കരുത്. നീ പറഞ്ഞല്ലോ ഗൾഫിലുള്ള നിന്റെ അറബി നിനക്ക് അച്ഛനെ പോലെയാണെന്ന്. ആ അച്ഛൻ്റെ അടുത്ത് വല്ല വിശ്വാസവഞ്ചന കാണിച്ചിട്ട് ഇങ്ങോട്ട് മുങ്ങിയതാണോ? ആ വിശ്വാസവഞ്ചന കാണിച്ചതിൻ്റെ വിഷമമാണോ നിനക്കുള്ളത്? അല്ല. അപ്പം അതുമല്ല. പിന്നെ വേറെ ഏതെങ്കിലും പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം മൂലം കൊടുത്തിട്ട് ഗൗരിയെ കെട്ടേണ്ട അവസ്ഥ വന്നോ? അതിൻ്റെ പശ്ചാത്താപ വിഷമാണോ? അതുമല്ല. പശ്ചാത്താപത്തു നിന്നുള്ള വേദന വിഷമവും ഒരിക്കലും വിട്ടൊഴിയിലൂടെ കരയാതെ. അല്ലേ ഞാനേ ഒന്നാമതേ വിഷമിച്ചിരിക്കുകയാണ്. അല്ലെ എന്നെ ദേഷ്യം കൂടെ പിടിപ്പിക്കല്ലേ. സോറി അളിയാ, മനുഷ്യന്റെ മനസ്സും അവസ്ഥയൊക്കെ അനന്ത സാധ്യതയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് ചോദിച്ചതേ ഉള്ളൂ. കൂട്ടാമോ? എന്താ? അല്ല, മാമന്റെ വിഷമം. എന്ത് മാമന്റെ വിഷമം നിനക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. പക്ഷെ മാമ ഇവിടെ വിഷമിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഉരുവി തീരുവച്ചാ. ഉരുവി തീരണമെങ്കിൽ അതിന്റെ ചാരം എടുത്ത് ഞാൻ പാറമട കൊണ്ട് കളയാം. കേട്ടാ? പോട് പോടാ. ശ്രീകുട്ടാ, എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറ. നിനക്ക് എന്നെ മാത്രമേ 100% വിശ്വസിക്കാൻ പറ്റൂ. പറ പറയണ അളിയാ. ചില കാര്യങ്ങളെ അത് ചെറുതായാലും വലുതായാലും ചിലപ്പോഴും എല്ലായിടത്തും അങ്ങ് പറയാൻ പറ്റൂല അളിയാ. ഇത്രയും നേരം ഞാൻ വായിക്കൊള്ളാത്ത വാക്കുകളോട് ഡയലോഗ് അടിച്ചും തരണി. അതിൻ്റെ അവസാനത്ത് ഇങ്ങനത്തെ തരം കേൾക്കാനാ. ഞാൻ തോണ്ടി എടുക്കൂടാ നിന്റെ മനസ്സിൽ എന്താണെന്ന് വായിക്കാം.